മധ്യവേനൽ അവധിയായതോടെ തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് മുന്തിരിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സഞ്ചാരികൾ അധികവും കമ്പത്തേക്കെത്തുന്നത്. മൂപ്പത്തി പഴുത്ത വെളുപ്പിന് പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ സഞ്ചാരികളെ കൗതുകം സമ്മാനിക്കുകയാണ്. മുന്തിരിത്തോട്ടം കാണാൻ എത്തുന്നവർ മുന്തിരി, വൈൻ, ജാം എന്നിവയൊക്കെ വാങ്ങിയാണ് മടങ്ങാറ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ കമ്പം മുന്തിരി കൃഷിക്ക് ഏറെ പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് കമ്പത്തെ മുന്തിരി കൃഷി. വർഷത്തിൽ 2 തവണ പ്രധാന വിളവെടുപ്പും 1 തവണ ഇടവിളവെടുപ്പും നടക്കുന്നുവെന്നതാണ് കമ്പത്തെ മുന്തിരി കൃഷിയുടെ പ്രത്യേകത. സീസണില്ലാത്ത കൃഷിയാണ് കമ്പത്തേതെന്ന് ചുരുക്കി പറയാം. வருஷத்துக்கு 3 சீசன் எடுப்போம். வெயில் காலத்துல பிரச்சனை இல்லை, மழை காலத்துல கொஞ்சம் சீக்கடிக்கும், மருந்து அடிச்சுக்கிடுவோம். அதெல்லாம் ஒன்றும் பிரச்சனை இல்லை. வருஷத்துல 3 சீசன் நல்லா இருக்கும். கார்த்திகை மார்கழி இதில் தான் சீக்கடிக்கும். மழை காலம் அந்த பனியில, மற்றபடி மற்ற மாசமெல்லாம் வெயில் அடிக்கல நல்லா இருக்கும். சீசன் வருஷத்துக்கு 3 வெள்ளாமை, 4 மாசத்துக்கு ஒரு வெள்ளாமை. கடலை பின்னாக்கு, வேப்ப பின்னாக்கு, முச்சு பின்னாக்கு தான் போடுவோம். விஷம் வந்து அடிக்க மாட்டோம். ஜூஸு, ஒயின் இது வைக்கிறோம். கெஸ்டெல்லாம் நிறைய வர்றாங்க. கெஸ்ட்டுக்காக நாங்கள் விஷம் அடிக்காம மருந்து പഞ്ചകവ്യ അടിച്ചിട്ടു. കറുത്ത പനീർ മുന്തിരിയാണ് കമ്പത്ത് പ്രധാനമായി കൃഷിയിറക്കിയിട്ടുള്ളത്. രുചിക്കും മണത്തിനുമൊപ്പം ഔഷധ ഗുണത്തിനും പനീർ മുന്തിരി പേരുകേട്ടതാണ്. മധ്യവേനൽ അവധിയായതോടെ കമ്പത്തേക്ക് മുന്തിരിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാരംഭിച്ചു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമാണ് സഞ്ചാരികൾ അധികവും കമ്പത്തേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് ഈ കമ്പത്ത് വരുന്നത്. ഭംഗിയായിട്ടുണ്ടെല്ലാം, നല്ലതായിട്ട് കാണാനുണ്ട്. മക്കളെല്ലാം എൻജോയ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വീണ്ടും ഇനി തണുപ്പ് കാലത്തൊന്നുകൂടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ വൈബൊന്നും അറിയാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷ തണുപ്പ് മൂന്നാറിന് കിട്ടിയില്ല, എന്നാലും നാട്ടിലെ ചൂട് അപേക്ഷിച്ച് കുറവാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മള് പല റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു മുന്തിരി പാടവും അതുപോലെ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടത്തോടെ കാണുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. മൂപ്പത്തി പഴുത്ത് വിളവെടുപ്പിന് പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ സഞ്ചാരികളിൽ കൗതുകം സമ്മാനിക്കുന്നു. വർഷം മുഴുവൻ കൃഷിയുണ്ടെങ്കിലും ജനുവരി മുതൽ മെയ് വരെയും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുമാണ് ഏറ്റവും കൂടുതൽ മുന്തിരിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്. പാടങ്ങളിൽ നേരിട്ട് പോയി മുന്തിരി പറിക്കാനും ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാനും മിക്ക തോട്ടങ്ങളിലും സൗകര്യമുണ്ട്. കൂടാതെ മായം കലരാത്ത മുന്തിരി, വൈൻ, ജാം, അച്ചാർ എന്നിവയും ഇവിടെ നിന്ന് വാങ്ങാം. തമിഴ്നാട്ടിലെ കമ്പത്തിപ്പോൾ മുന്തിരിക്കാഴ്ചകളുടെ കാലമാണ്. നിരവധി സഞ്ചാരികളാണ് മുന്തിരിത്തോട്ടം കാണുവാനും മുന്തിരി വാങ്ങുവാനും ഇവിടേക്ക് എത്തുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, കമ്പം.